നമ്മളിന്ന് +2 ഇക്കണോമിക്സിലെ ഫസ്റ്റത്തെ ചാപ്റ്ററാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു സിമ്പിളായിട്ടുള്ളൊരു ചാപ്റ്ററാണ്. നമുക്ക് കുറച്ച് പോർഷൻസ് മാത്രം പഠിക്കാനേ ഉള്ളൂ ഈ ചാപ്റ്ററിൽ. അപ്പോൾ നമുക്കത് വേഗം കുറച്ച് സമയം കൊണ്ട് വേഗം ഒന്ന് ഈ ചാപ്റ്റർ നമുക്ക് നോക്കിയിട്ട് പോവാം. അപ്പോൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാലാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസും നോട്ട്സൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട് കുറച്ച് ഹിസ്റ്ററി നോക്കാനുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം, വെറുതെ ഒന്ന് വായിച്ചു പോവാം. നമുക്ക് ഫസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ, ഡെറിവേഡ് ഫ്രം എക്കണോമിക് ഗ്രീക്ക് ഹൗസ് ഹോൾഡ് മാനേജ്മെന്റ് എന്ന്. നമ്മുടെ ഇക്കണോമിക്സ് മെയിനായിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? എക്കണോമിയാണ്. അതുപോലെ ഗ്രീക്ക് കൊണ്ട് ഉണ്ടായത് എന്താ? ഹൗസ് ഹോൾഡ് മാനേജ്മെന്റ് ആണ്. അതുപോലെ തന്നെ അവിടെ പറയുന്നുണ്ട് ഇയർലി ടൈംസ് ഇറ്റ് നൗട്ട്സ് ആസ് പൊളിറ്റിക്കൽ എക്കണോമി, ഫാദർ ഓഫ് ഇക്കണോമിക്സ് ആദം സ്മിത്ത്, ആൽഫ്രഡ് മാർഷൽ ഫസ്റ്റ് കോൾഡ് എക്കണോമിക്സ് എന്നൊക്കെ. അപ്പോൾ നമ്മളോട് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതൊക്കെ. ഫാദർ ഓഫ് ഇക്കണോമിക്സ് ചോദിക്കാറുണ്ട്, അതാരാണ്? ആഡം സ്മിത്ത് ആണ്. അതുപോലെ തന്നെ നമ്മുടെ മെയിനായിട്ട് നമ്മുടെ ഇക്കണോമിക്സിന് 2 ബ്രാഞ്ചസ് ആണുള്ളത്. മെയിനായിട്ട് നമ്മൾ 2ആയിട്ടാണ് ഇക്കണോമിക്സ് പറയാറുള്ളത്, മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും. ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഒരു 1 മാർക്കിനൊക്കെ നമ്മളോട് ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വെക്കുക. ഈ പറഞ്ഞിരിക്കുന്ന ഈ കുറച്ച് പോയിന്റുകൾ നോക്കി വെക്കുക. എന്നിട്ട് എക്സാമിനൊക്കെ പോകുമ്പോൾ ഇതൊന്ന് മനസ്സിലുറപ്പിച്ചിട്ട് പോകാൻ ശ്രമിക്കുക. നമ്മൾ 1 മാർക്കിനൊക്കെ ചോദിക്കാം. ഇനി നെക്സ്റ്റ് എ സിമ്പിൾ ഇക്കണോമിയാണ് നമുക്ക് നോക്കാനുള്ളത്. അതൊരു 2 മാർക്കിനോ 3 മാർക്കിനോ ഒക്കെ നമ്മളോട് ചോദിക്കാം. An economic system where all individuals are engaged in the production and the consumption of goods and services they require. എന്ന് വെച്ചാൽ എന്താ? എല്ലാ വ്യക്തികളും അവർക്ക് ആവശ്യമായ സാധനങ്ങളുടെ പ്രൊഡക്ഷനിലും ഉൽപ്പാദനത്തിലൊക്കെയാണ് എന്ത് ഫോക്കസ് ചെയ്യുക അല്ലേ. അപ്പം എല്ലാ വ്യക്തികളും അവർക്ക് ആവശ്യമായ ചരക്കുകളുടെയും സേവനങ്ങളുടെയും ഉൽപാദനത്തിലും ഉപഭോഗത്തിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന ഒരു സാമ്പത്തിക വ്യവസ്ഥയാണ് നമ്മൾ എന്ത് പറയുക? സിമ്പിൾ ഇക്കണോമി എന്ന് നമ്മൾ പറയുക. അപ്പോൾ നമ്മളോട് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ആൻ ഇക്കണോമിക് ആക്ടിവിറ്റി? എന്താണ് ഒരു സാമ്പത്തിക പ്രവർത്തനം എന്നാൽ എന്ത് എന്ന് നമ്മളോട് ചോദിക്കാം. അപ്പോൾ നമുക്ക് എന്തൊക്കെ എഴുതാം? ഇറ്റ് ഈസ് ആൻ ഇൻകം ജനറേറ്റിംഗ് ആക്ടിവിറ്റി എന്ന് എഴുതാം. അതൊരു വരുമാനമുണ്ടാക്കുന്ന പ്രവർത്തനമാണ്. എന്ത്? ഇക്കണോമിക് ആക്ടിവിറ്റി എന്നാൽ ഇൻകം ജനറേറ്റിംഗ് ആക്ടിവിറ്റി ആണ്, വരുമാനം ഉണ്ടാക്കുന്ന ഒരു പ്രവർത്തനമാണ്. പ്രൊഡക്ഷൻ ആൻഡ് കൺസംഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ചരക്കുകളുടെയും സേവനങ്ങളുടെയും ഉൽപാദനവും ഉപഭോഗവും എല്ലാം ഇക്കണോമിക് ആക്ടിവിറ്റിയുടെ ഒരു ഭാഗമാണ്. അങ്ങനെ പറയുമ്പോൾ നമുക്ക് എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറഞ്ഞുതരാമെന്ന് വെച്ചാൽ, ഒരു വീട്ടിൽ ഹൗസ് വൈഫ്, നമ്മുടെയൊക്കെ എന്താ പറയുക, വീട്ടിൽ ചെയ്യുന്ന ജോലികൾ, അമ്മ വീട്ടിൽ ചെയ്യുന്ന ജോലി ഇക്കണോമിക് ആക്ടിവിറ്റി ആണോ എന്ന് ചോദിച്ചാൽ എന്താ പറയുക? അല്ല. കാരണം അവിടെ ഒരു ഇൻകം നമുക്ക് കിട്ടുന്നില്ല. അമ്മയ്ക്ക് നമ്മൾ ഇൻകം കൊടുക്കുന്നുണ്ടോ ജോലി ചെയ്യുന്നതിന്? ഇല്ല. ഇൻകം കിട്ടുന്ന ജോലിയാണ് നമ്മൾ എന്താ പറയുക? ഇക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയാം. ഇതേ ജോലി, ഈ വീട്ടു ജോലി തന്നെ നമ്മുടെ വീട്ടിൽ നമ്മുടെ അമ്മ ചെയ്യുന്ന അതേ ജോലി വേറെ ഒരു വീട്ടിൽ പോയിട്ട് ചെയ്യുകയാണെങ്കിൽ, നമുക്ക് വീട്ടു ജോലിക്ക് പോയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇൻകം കിട്ടും. ആ ഒരു ജോലിയെ നമുക്ക് എന്താ പറയാം? ഇക്കണോമിക് ആക്ടിവിറ്റി ആണെന്ന് പറയാം. കാരണം നമുക്ക് ഇൻകം കിട്ടുന്നുണ്ട്. നമ്മുടെ വീട്ടിൽ ചെയ്യുമ്പോൾ അത് നമുക്ക് ഇൻകം കിട്ടുന്നില്ല. അപ്പോൾ അതൊരു ഇക്കണോമിക് ആക്ടിവിറ്റി അല്ല. മറ്റൊരു വീട്ടിൽ പോയി ചെയ്യുമ്പോൾ നമുക്ക് ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ അതെന്താണ്? ഒരു ഇക്കണോമിക് ആക്ടിവിറ്റി ആണ്. അതുപോലെ തന്നെ ബോത്ത് ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നുണ്ട്. പ്രൊഡക്ഷൻ പ്രോസസ് ഇൻ എ ഷൂ ഫാക്ടറി, ബിസിനസ് അഡ്വൈസേഴ്സ്, അങ്ങനെ പറയുന്നുണ്ട്. എന്താണ്? വ്യക്തിഗതവും അല്ലെങ്കിൽ കൂട്ടായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങളെയാണ് എന്താ പറയുക? ഇക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുക. പ്രൊഡക്ഷൻ പ്രോസസ് ഇൻ എ ഷൂ ഫാക്ടറി എന്ന് പറഞ്ഞാൽ അവിടെ എന്താണ്? ഷൂ ഫാക്ടറി, ചരക്കാണ് ഉണ്ടാകുന്നത്. ബിസിനസ് അഡ്വൈസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപദേശങ്ങൾ, എന്താണ്? സർവീസ്, സേവനങ്ങളാണ് അല്ലേ. ഇനി നമുക്ക് പറയുന്നതാണ് സെൻട്രൽ പ്രോബ്ലം ഓഫ് ആൻ ഇക്കണോമിക്. Basic economic problem of all economic. It is the problem of choice due to the mismatch between human wants and resources. ഇവിടെ പ്രോബ്ലംസ് ഓഫ് ചോയ്സ് എന്ന് പറഞ്ഞിട്ട്
3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഹ്യൂമൻ വെൻസ് ആർ അൺലിമിറ്റഡ്, അതുപോലെ ബട്ട് റിസോഴ്സസ് ആർ ലിമിറ്റഡ്, റിസോഴ്സസ് ഹാവ് ആൾട്ടർനേറ്റീവ് യൂസേഴ്സ് എന്നൊക്കെ പറയുന്നുണ്ട്. നമ്മൾ സെൻട്രൽ എക്കണോമിനെ കുറിച്ചാണ് പറയുന്നത്. കേന്ദ്ര ഇക്കണോമിയുടെ പ്രശ്നങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനുഷ്യൻ്റെ ആവശ്യങ്ങൾ എന്താണ്? എണ്ണിയാ തീരാത്തതാണ് അല്ലേ? അൺലിമിറ്റഡ് ആണ് നമ്മുടെ ആവശ്യങ്ങൾ എന്ന് പറയുന്നത്. ഹ്യൂമൻ വെൻസ് എന്ന് പറയുന്നത് എന്താണ്? അൺലിമിറ്റഡ് ആണ്. മനുഷ്യൻ്റെ ആവശ്യങ്ങൾ എണ്ണിയാൽ തീരാത്തതാണ്. ഇപ്പോൾ എനിക്കിപ്പോൾ ഇന്നൊരു മൊബൈൽ ഫോൺ വേണമെന്ന് തോന്നി, അപ്പം നമ്മൾ എന്ത് ചെയ്യുക? ആ മൊബൈൽ ഫോൺ നമ്മൾ മേടിക്കും. അത് കഴിഞ്ഞിട്ട് എനിക്ക് നാളെ വേറെ ഒരു ആഗ്രഹമായിരിക്കും, എനിക്ക് ലാപ്ടോപ്പ് വേണമെന്നായിരിക്കും തോന്നുക, അപ്പോൾ നമ്മൾ അത് വാങ്ങും. അത് കഴിഞ്ഞാൽ നമുക്ക് വേറെ എന്തെങ്കിലും ആവശ്യം വരും. അങ്ങനെ ഒന്നിൽ പരിമിതമായിട്ട് നിൽക്കാതെ ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് എന്ന് പറയുന്നത് പോലെയാണ് മനുഷ്യൻ്റെ എന്ത് ആഗ്രഹങ്ങൾ. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അതാണ് പറയുന്നത് ഹ്യൂമൻ വെൻസ് ആർ അൺലിമിറ്റഡ് ആണ്, ബട്ട് റിസോഴ്സസ് എന്താണ്? നമുക്ക് ലിമിറ്റഡ് ആയിരിക്കും. അപ്പോൾ ആ റിസോഴ്സസ് എന്താണ്? ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള യൂസേഴ്സുകളാണ്. അതാണ് പ്രോബ്ലം ഓഫ് ചോയ്സിൽ നമ്മൾ പറയുന്നത്. ക്ലിയർ ആയെന്ന് കരുതാണ്. ഇനി നെക്സ്റ്റ്, ദ സ്കാർസിറ്റി ഓഫ് റിസോഴ്സസ് ആൻഡ് ചോയ്സ് ക്രിയേറ്റ് 3 ക്വസ്റ്റ്യൻ. നമ്മൾ പറഞ്ഞു നമ്മുടെ മനുഷ്യൻ്റെ ആവശ്യങ്ങൾ എണ്ണിയാൽ തീരാത്തതാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? നമുക്ക് ലഭ്യമായ വിഭവങ്ങൾ എന്താണ്? പരിമിതമായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മളോട് 3 ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഫസ്റ്റ് വൺ, വാട്ട് ടു പ്രൊഡ്യൂസ്? എന്തുണ്ടാക്കും? അതിന് ആൻസറാണ് എവറി ഐറ്റംസ് കനോട്ട് പ്രൊഡ്യൂസ്. എന്താണ്? നമുക്ക് വേണ്ട എല്ലാ വസ്തുക്കളും ഉൽപ്പാദിപ്പിക്കുന്നത് എന്തല്ല എന്നാ പറയുന്നത്? സാധ്യമല്ല എന്നാണ് അവിടെ പറയുന്നത്. ഇറ്റ് ഈസ് ഡ്യൂ ടു സ്കാർസിറ്റി. ഇതിന് കാരണം എന്താ പറയണേ? നമുക്ക് എല്ലാ വസ്തുക്കളും വേണ്ട, എല്ലാ വസ്തുക്കളും വേണമെന്നുണ്ടെങ്കിൽ ആ വസ്തുക്കളൊന്നും ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കാത്തതിൻ്റെ കാരണം എന്താണ്? അതിൻ്റെ വിഭവങ്ങളുടെ പരിമിതിയാണ്. സോ പ്രൊഡ്യൂസ് ദ നെസസിറ്റി ഐറ്റംസ്. അതിനാൽ തന്നെ നമ്മൾ ആവശ്യ വസ്തുക്കൾ എന്ത് ചെയ്യണം? ഉൽപ്പാദിപ്പിക്കുകയാണ് നമ്മൾ ആദ്യം വേണ്ടത്. നമുക്ക് വേണ്ട ആവശ്യ വസ്തുക്കൾ നമ്മൾ ആദ്യം തന്നെ ഉൽപ്പാദിപ്പിക്കണം. ഇതാണ് വാട്ട് ടു പ്രൊഡ്യൂസ് എന്ന് വെച്ചാൽ നമ്മളോട് ചോദിച്ചതിന് എവറി ഐറ്റംസ് കനോട്ട് പ്രൊഡ്യൂസ്, ഇറ്റ് ഈസ് ഡ്യൂ ടു സ്കാർസിറ്റി, സോ പ്രൊഡ്യൂസ് ദ നെസസിറ്റി ഐറ്റംസ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി രണ്ടാമത്തേത് എന്താ? ഹൗ ടു പ്രൊഡ്യൂസ്. ഇറ്റ് ഡീൽസ് വിത്ത് ദ ടെക്നോളജി ഓഫ് പ്രൊഡക്ഷൻ. 2 മെത്തേഡ്, ക്യാപിറ്റൽ ഇൻറ്റൻസീവ്, ലേബർ ഇൻറ്റൻസീവ് മെത്തേഡ്. എന്താ പറയുന്നത്? നമ്മളോട് ഫസ്റ്റ് വാട്ട് ടു പ്രൊഡ്യൂസ് ചോദിച്ചു, എന്തുണ്ടാക്കും. അതുപോലെ തന്നെ ഹൗ ടു പ്രൊഡ്യൂസ്, നമ്മൾ എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്നാണ് ചോദിക്കുന്നത്. അതിലെന്താ അവിടെ പറയുന്നത്? 2 ടൈപ്പ് ടെക്നോളജിയാണ് നമുക്കുള്ളതെന്ന് പറഞ്ഞു. ഒന്ന് ക്യാപിറ്റൽ ഇൻറ്റൻസീവും അതുപോലെ തന്നെ ലേബർ ഇൻറ്റൻസീവും മെത്തേഡാണ് നമുക്കുള്ളത്. ക്യാപിറ്റൽ ഇൻറ്റൻസീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂലധന തീവ്ര സാങ്കേതിക വിദ്യ. അതുപോലെ തന്നെ ലേബർ ഇൻറ്റൻസീവ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ അധ്വാന തീവ്ര സാങ്കേതിക വിദ്യയാണ് നമ്മൾ പറയുന്നത്. നമ്മുടെ മൂലധനം കൂടുതൽ ഉപയോഗിക്കുന്നതിനെയാണ്, ക്യാപിറ്റൽ കൂടുതൽ ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ എന്താ പറയുക? ക്യാപിറ്റൽ ഇൻറ്റൻസീവ് മെത്തേഡ് എന്ന് നമ്മൾ പറയുക. അതുപോലെ തന്നെ ലേബർ ഇൻറ്റൻസീവ് മെത്തേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൊഴിലാളികളുടെ എണ്ണം കൂട്ടുകയാണ് അവിടെ ചെയ്യുന്നത്. തൊഴിലാളികളുടെ എണ്ണമാണ് ലേബർ ഇൻറ്റൻസീവിൽ നമ്മൾ കൂട്ടുന്നത്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. 2 മെത്തേഡുകൾ. ഫസ്റ്റ് വൺ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് മെത്തേഡ്, സെക്കൻഡ് വൺ ലേബർ ഇൻറ്റൻസീവ് മെത്തേഡ്. അപ്പോൾ ഈ 2 ടെക്നോളജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂലധനം കൂടുതൽ ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് മെത്തേഡ് എന്ന് പറയുക. ലേബർ തൊഴിലാളികളുടെ എണ്ണം കൂട്ടുക എന്നതിനെയാണ് നമ്മൾ ലേബർ ഇൻറ്റൻസീവ് മെത്തേഡ് എന്ന് പറയുക. ഈ 2 ടെക്നോളജിയാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ അവിടെ പറയുന്നുണ്ട് നമുക്ക് ഏറ്റവും എന്താണ് അവൈലബിൾ ആയിട്ടുള്ള മെത്തേഡാണ് എന്ത് നമ്മൾ യൂസ് ചെയ്യുക എന്ന് പറയുന്നത്. ഡിപ്പെൻഡ് അപ്പോൺ ദ അവൈലബിൾ ഓഫ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആൻഡ് ലേബർ ഇൻറ്റൻസീവ്. നമുക്ക് ഏതാണോ അവൈലബിൾ ആയിട്ടുള്ള മെത്തേഡ് അതാണ് നമ്മൾ എന്ത് ചെയ്യുക? യൂസ് ചെയ്യുക. നമ്മൾ എന്തുണ്ടാക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലേ? ഇനി നോക്കിയേ മൂന്നാമത്തത് ഹോം ടു പ്രൊഡ്യൂസ്. അവിടെ എന്താ പറയണേ? പ്രോബ്ലംസ് റിലേറ്റഡ് ടു ഡിസ്ട്രിബ്യൂഷൻ. ഉൽപ്പന്നത്തിൻ്റെ വിതരണത്തെയാണ് നമ്മൾ ഇവിടെ സൂചിപ്പിക്കുന്നത്. ദിസ് പ്രോബ്ലംസ് ഡീൽസ് വിത്ത് ദ ഇഷ്യൂ ഓഫ് ഡീലിംഗ്
ദ കാറ്റഗറി ഓഫ് പീപ്പിൾ ഹു വിൽ കൺസ്യൂം ദ ഗുഡ്സ്. സാധനങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളുടെ വിഭാഗത്തെ തീരുമാനിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഉൽപാദനം നടത്തേണ്ടത്. വിഭവങ്ങൾ കുറവായതിനാൽ ആർക്ക് വേണ്ടിയാണ് നമ്മൾ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കേണ്ടതെന്ന് നമ്മൾ സമ്പത്ത് വ്യവസ്ഥ എന്ത് ചെയ്യണം, സ്വയം തീരുമാനിക്കണം. അതാണ് നമ്മൾ ഹും ടു പ്രൊഡ്യൂസിനെ കൊണ്ട് അർത്ഥാക്കുന്നത്. നമ്മുടെ ഉൽപ്പന്നത്തിൻ്റെ വിതരണത്തെയാണ് നമ്മളിവിടെ പറയുന്നത്. നമുക്ക് വിഭവങ്ങൾ കുറവാണ്, അതിനാൽ നമ്മൾ തന്നെ തീരുമാനിക്കണം. നമ്മുടെ സമ്പത്ത് വ്യവസ്ഥ സ്വയം തീരുമാനിക്കേണ്ട ഒരു കാര്യമാണ് ആർക്കൊക്കെ വേണ്ടിയാണ് നമ്മൾ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കേണ്ടതെന്ന്. ഈ ഒരു പറഞ്ഞിരിക്കുന്ന കാര്യം നമ്മളോടൊരു 3 മാർക്കിനോ 4 മാർക്കിനോ എക്സ്പെക്റ്റ് ചെയ്യാം, ചോദിക്കാം. ഇനി നെക്സ്റ്റ് കോൺസെപ്റ്റാണ് പ്രധാനപ്പെട്ട ബുക്സുകളും അതിൻ്റെ ഓതേഴ്സിനെ കുറിച്ചിട്ടാണ് നമ്മളോട് ചോദിക്കുക. അത് ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഒരു 2 മാർക്കിന് 3 മാർക്കിനോ എന്നൊക്കെ നമ്മളോട് ചോദിക്കാറുണ്ട്, ബുക്സ് ആൻഡ് ഓതേഴ്സ് എന്ന് പറഞ്ഞിട്ട്. ഫസ്റ്റ് എന്താ അവിടെ കൊടുത്തിരിക്കണേ, വെൽത്ത്, സമ്പത്ത് കൊടുത്തിട്ടുണ്ട് അല്ലേ. അതിനെക്കുറിച്ച് പറയുന്ന ഒരേ ഒരാൾ ആരാണ്, വെൽത്തിനെ കുറിച്ച് പറഞ്ഞ ഒരേ ഒരാളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്, ആഡം സ്മിത്ത്. അതുപോലെ തന്നെ വെൽഫെയർ കൊടുത്തിട്ടുണ്ട്, ആൽഫ്രഡ്. അദ്ദേഹമാണ് ആ ഒരു ബുക്ക് പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ബുക്കിൻ്റെ പേരും പറഞ്ഞിട്ടുണ്ട്, എല്ലാ എന്താ പറയുക ബുക്സും പറഞ്ഞിട്ടുണ്ട്, അവരുടെ ഓതേഴ്സുമാണ് പറയുന്നത്. നെക്സ്റ്റ് ഓർഗനൈസേഷൻ ഓഫ് ഇക്കണോമിക്സ് ആക്ടിവിറ്റീസ്. അവിടെ പറയുന്നുണ്ട് 3 ടൈപ്പാണെന്ന് പറയുന്നുണ്ട് അല്ലേ. ഒന്ന് സെൻട്രലൈസ്ഡ് പ്ലാനിങ് ഇക്കണോമി, സോഷ്യലിസം. അതുപോലെ മാർക്കറ്റ് ഇക്കണോമി, ക്യാപിറ്റലിസം. അതുപോലെ മിക്സഡ് ഇക്കണോമി 1-2+ എന്ന് വെച്ചാൽ സോഷ്യലിസം പ്ലസ് ക്യാപിറ്റലിസം. നമുക്ക് ആ പേരിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം എല്ലാ കാര്യങ്ങളും. നമുക്ക് നോക്കാം. ഫസ്റ്റ് സെൻട്രലി പ്ലാനഡ് ഇക്കണോമി, സോഷ്യലിസം എന്നവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. കേന്ദ്ര ആസൂത്രണ സമ്പത്ത് വ്യവസ്ഥ എന്നാണ് നമ്മളെ സെൻട്രലി പ്ലാനഡ് ഇക്കണോമിയുടെ മലയാളാർത്ഥം. ഗവൺമെൻറ് ഓണർഷിപ്പ് ഓഫ് ഓൾ പ്രൊഡക്ഷൻ മീൻസ് എന്ന് വെച്ചാൽ പൊതുമേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു സാമ്പത്തിക വ്യവസ്ഥയാണ് നമ്മൾ എന്ത് പറയുക, സെൻട്രലി പ്ലാനഡ് ഇക്കണോമി എന്ന് നമ്മൾ പറയാ. ഗവൺമെൻറ് ഓണർഷിപ്പാണ്, നമ്മുടെ പൊതുമേഖലയ്ക്കാണ് കൂടുതലും അവർ മുൻഗണന നൽകുന്നത്. യൂസിങ് സെൻട്രലൈസ്ഡ് പ്ലാനിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെൻട്രലൈസ്ഡ് പ്ലാനിങ് സിസ്റ്റമാണ് അവിടെ എന്ത് ചെയ്യുന്നത്, അവർ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പബ്ലിക് വെൽഫെയർ മോട്ടീവാണ്, ജനക്ഷേമമാണ് അവരെന്താക്കുന്നത്, ലക്ഷ്യമാക്കുന്നത്. ജനങ്ങളുടെ ക്ഷേമം ലക്ഷ്യമാക്കിയിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, അവിടെ പ്രവർത്തിക്കുന്നത്. പബ്ലിക് സെക്ടർ, ഇതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നുണ്ട്, ഒരു കേന്ദ്രീകൃത ആസൂത്രണം അവർ അവിടെ നടപ്പിലാക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് എന്ത്, സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്നത്. അപ്പോൾ സെൻട്രലൈസ്ഡ് പ്ലാനിങ് ഇക്കണോമി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗവൺമെൻറ് ഓണർഷിപ്പ് ഓഫ് ഓൾ പ്രൊഡക്ഷൻ ആണ്, പൊതുമേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു മേഖലയാണ്. സെൻട്രലൈസ്ഡ് പ്ലാനിങ് സിസ്റ്റമാണ് അവർ യൂസ് ചെയ്യുന്നത്. അതുപോലെ ജനങ്ങളുടെ ക്ഷേമം ലക്ഷ്യമാക്കിയിട്ടാണ് അവരവിടെ പ്രവർത്തിക്കുന്നത്. അതിനുവേണ്ടി ഒരു കേന്ദ്രീകൃത ആസൂത്രണം തന്നെ അവരവിടെ നടപ്പിലാക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് സോവിയറ്റ് യൂണിയൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുകയാണ്. ഇനി നമുക്ക് രണ്ടാമത് നോക്കാനുള്ളതാണ് മാർക്കറ്റ് ഇക്കണോമി. അവിടെ എന്താ പറയണേ, ക്യാപിറ്റലിസം ആണ് പറയുന്നത്. പ്രൈവറ്റ് ഓണർഷിപ്പ് ഓഫ് ഓൾ പ്രൊഡക്ഷൻ മീൻസ് എന്ന് വെച്ചാൽ അവിടെ നേരത്തെ പറഞ്ഞത് ഗവൺമെൻറ് ഓണർഷിപ്പ് ആണെങ്കിൽ നമ്മുടെ മാർക്കറ്റിലേക്ക് വരുമ്പോൾ എന്താണ്, പ്രൈവറ്റ് ഓണർഷിപ്പാണ്. സ്വകാര്യ മേഖലയ്ക്കാണ് കൂടുതലും പ്രാധാന്യം ആര് നൽകുക, മാർക്കറ്റ് ഇക്കണോമി നൽകുന്നത്. യൂസിങ് പ്രൈസ് മെക്കാനിസം ആണ്, പ്രൈസ് മെക്കാനിസം സിസ്റ്റമാണ് അവരെന്ത് ചെയ്യുന്നത്, അവിടെ യൂസ് ചെയ്യുന്നത്. അതുപോലെ പ്രോഫിറ്റ് മോട്ടീവാണ്, ലാഭം മാത്രം ലക്ഷ്യമാക്കിയിട്ടാണ് അവരവിടെ പ്രവർത്തിക്കുന്നത്. അവർക്ക് സേവനങ്ങളല്ല, അവർ ലാഭമാണ് അവിടെ നേട്ടമാക്കുന്നത്. പ്രൈവറ്റ് സെക്ടറാണ്, ഇതിന് അനുയോജ്യമായ തരത്തിലുള്ള സാമ്പത്തിക നയങ്ങളൊക്കെ ഇവരെന്താക്കിയിട്ടുണ്ട്, പിന്തുടരുന്നുണ്ട്. അതിനുദാഹരണമാണ് എന്ത് പറയുന്ന USA, അമേരിക്ക എന്ന് പറയുന്നത് അതിനൊരു ഉദാഹരണമാണ്. അപ്പോൾ മാർക്കറ്റ് ഇക്കണോമി മനസ്സിലാകുന്നത് എന്താണ്, നമ്മുടെ പ്രൈവറ്റ് സ്വകാര്യ മേഖലയാണ് കൂടുതൽ അവർ പ്രാധാന്യം നൽകുന്നത്. അതുപോലെ പ്രൈസ് മെക്കാനിസമാണ് അവരവിടെ യൂസ് ചെയ്യുന്ന സിസ്റ്റം. ലാഭം എത്രയാണോ ഉണ്ടാക്കാൻ കഴിയുക അത്രയാണ് അവരെ ലക്ഷ്യമാക്കുന്നത്. ലാഭം മാത്രം ലക്ഷ്യമാക്കിയിട്ടാണ് അവരവിടെ പ്രവർത്തിക്കുക.
ഇതിനൊക്കെ അനുയോജ്യമായ ഒരു തരത്തിലുള്ള സാമ്പത്തിക നയങ്ങളൊക്കെ അവരെന്ത് ചെയ്യുന്നുണ്ട്, പിന്തുടരുന്നുണ്ട്. അതിനുള്ള ഉദാഹരണമാണ് നമ്മുടെ അമേരിക്ക എന്ന് പറയുന്നത്. മൂന്നാമത്തതാണ് മിക്സഡ് ഇക്കണോമി. അവിടെ 1+2 എന്ന് കൊടുത്തിട്ടുണ്ട്. എന്താണ്? ക്യാപിറ്റലിസവും സോഷ്യലിസവും മിക്സഡ് ആണെന്നാണ് അവിടെ പറയുന്നത്. ബോത്ത് ഗവൺമെന്റ് ആൻഡ് പ്രൈവറ്റ് ഓണർഷിപ്പ് ഓഫ് ഓൾ പ്രൊഡക്ഷൻ ഓഫ് മീൻസ്. പ്രൈവറ്റ് സെക്ടറും പബ്ലിക് സെക്ടറും വരുന്ന ഒരു ഇതാണ് എന്ത്, മിക്സഡ് എക്കണോമി എന്ന് പറയുന്നത്. അസിസ്റ്റിംഗ് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടർ ബോത്ത് പ്രോഫിറ്റ് ആൻഡ് വെൽഫെയർ മോട്ടീവ്. അവിടെ എന്താണ്, ലാഭവും അതുപോലെ ജനങ്ങളുടെ ക്ഷേമം അവരെന്താക്കുന്നുണ്ട്, ലക്ഷ്യമാക്കുന്നുണ്ട്. ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യുന്നില്ല, ലാഭവും വേണം, അതുപോലെ തന്നെ ജനങ്ങളുടെ ക്ഷേമത്തിനും അവർ ലക്ഷ്യമാക്കിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. യൂസിങ് സെൻട്രലൈസ്ഡ് പ്ലാനിങ് ആൻഡ് മാർക്കറ്റ് മെക്കാനിസം. ഇവിടെ സെൻട്രലൈസ്ഡ് പ്ലാനിങ്ങും അതുപോലെ തന്നെ മാർക്കറ്റ് മെക്കാനിസവും അവരെന്ത് ചെയ്യുന്നുണ്ട്, അവർ പഠിക്കുന്നുണ്ട്. അതിൻ്റെ ഉദാഹരണമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത്. എല്ലാ ഉൽപാദന വസ്തുക്കളെയും ഉടമസ്ഥാവകാശം ഒരേ സമയം ആർക്കായിരിക്കും, സ്വകാര്യ മേഖലയ്ക്കും പൊതുമേഖലയ്ക്കും ഉണ്ട്. അതിനെയാണ് നമ്മൾ മിക്സഡ് ഇക്കണോമി എന്ന് പറയുക. അതുപോലെ തന്നെ അവരവിടെ ലാഭവും ജനങ്ങളുടെ ക്ഷേമവും രണ്ടും ഒരുപോലെ ലക്ഷ്യമാക്കിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. സെൻട്രലൈസ്ഡ് പ്ലാനിങ്ങും മിക്സഡ് മെക്കാനിസവും അവരൊരുപോലെ പഠിക്കുന്നുണ്ട്. നമ്മുടെ സെൻട്രലി പ്ലാനഡ് ഇക്കണോമി പറഞ്ഞു, മാർക്കറ്റ് ഇക്കണോമി പറഞ്ഞു, മിക്സഡ് ഇക്കണോമി ഒക്കെ നമ്മൾ പറഞ്ഞു. ഇക്കണോമി ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗമാണ് ഇത് PPC, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്താ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറഞ്ഞാൽ? ഉൽപാദന സാധ്യതാ വക്രം എന്നാണ് പറയുക. നമുക്ക് നോക്കാം. പോയിന്റ്സ് ഓഫ് ടു ഗുഡ്സ് വിച്ച് ആൻ എക്കണോമി ക്യാൻ പ്രൊഡ്യൂസ് വിത്ത് ദ അവൈലബിൾ റിസോഴ്സസ് ആൻഡ് ഗിവൺ ലെവൽ ഓഫ് ടെക്നോളജി. എന്താ അവിടെ പറയുന്നത്? നമ്മുടെ ലഭ്യമായ വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? അവൈലബിൾ റിസോഴ്സസ് ആണ് അല്ലേ. അപ്പോൾ നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന, അതുപോലെ തന്നെ അവിടെ പറയുന്നുണ്ട് ഗിവൺ ലെവൽ ഓഫ് ടെക്നോളജി എന്ന് പറയുന്നുണ്ട്. നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാങ്കേതിക വിദ്യയുമാണ് ഉപയോഗിച്ചുകൊണ്ടാണ് ആ രണ്ട് സാധനങ്ങളുടെ ഒരു കൂട്ടത്തിനെയാണ്, അല്ലെങ്കിൽ ആ ഒരു ഫോക്കസിനെയാണ് നമ്മൾ എന്താ പറയുക, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് നമ്മൾ പറയുക, PPC എന്ന് പറയാം. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൈലബിൾ റിസോഴ്സസുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന നമ്മളെ സാങ്കേതിക വിദ്യ കൊണ്ട് എന്താണ്, രണ്ട് സാധനങ്ങളുടെ ഒരു കൂട്ടത്തിനെയാണ് നമ്മൾ PPC എന്ന് പറയുന്നത്. PPC വരയ്ക്കാൻ നമുക്ക് ഉണ്ടായിരിക്കും ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് നമ്മളോട് PPC കർവ് വരയ്ക്കാൻ പറയും. ഞാനിവിടെ ഒരു PPC കർവ് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. ഇങ്ങനെയാണ് ഒരു PPC കർവ് ഉണ്ടായിരിക്കുക. അപ്പോൾ X&Y ഉണ്ടായിരിക്കും. ഗുഡ് 2, ഗുഡ് 1 ഞാൻ കൊടുത്തിട്ടുണ്ട്. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്മുടെ PPC കർവിൻ്റെ ഷേപ്പ് എങ്ങനെയായിരിക്കും? ഒന്ന് വളഞ്ഞിട്ടായിരിക്കും. PPC കർവ് എപ്പോഴും വളഞ്ഞിട്ടാണ് ഉണ്ടാവാറ്. ഇവിടെ ഞാൻ PPC കർവിൻ്റെ പോയിന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കുക ഞാൻ പറയുന്നത്, കാരണം ഇത് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. കാരണം ഇങ്ങനെ PPC കർവ് തന്നിട്ട് ഈ പോയിന്റുകളൊക്കെ നിങ്ങളോട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് വരും. അപ്പോൾ ശ്രദ്ധിക്കാം, ഇവിടെ ഒരു ABC എന്നുണ്ട് അല്ലേ. ഈ ഇക്കണോമിയിലെ A എന്നറിയപ്പെടുന്നത്, ഞാൻ A എന്ന് നോട്ട് ചെയ്തിട്ടുണ്ട്. A എന്നറിയപ്പെടുന്നത് എന്താണ്? ഫുള്ളർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് എന്നാണ് പറയുക. ഫുള്ളർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആണ് നമ്മൾ A എന്ന് അടയാളപ്പെടുത്തിയിട്ടുള്ളത്. എന്ന് വെച്ചാൽ എന്താ, മാക്സിമം ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിട്ടുള്ള പോയിന്റാണത്. പോയിന്റ് A എന്ന് പറയുന്നത് നമ്മൾ മാക്സിമം നമ്മുടെ അടുത്തുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് കൊണ്ടുള്ള ഒരു പോയിന്റാണ് പോയിന്റ് A എന്ന് പറയുന്നത്. അതിനെയാണ് പറയുക ഫുള്ളർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. അപ്പോൾ പോയിന്റ് B എന്താ പറയുക? അൺഅറ്റൈനബിൾ ആണ്. അൺഅറ്റൈനബിൾ എന്നാണ് പറയുക. അതെന്താ അങ്ങനെ പറയുന്നത്? ഇക്കണോമി ഗ്രോ ചെയ്യുമ്പോൾ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഇക്കണോമി ഗ്രോ ചെയ്യുമ്പോൾ മാത്രം അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റാണ് എന്ത്, നമ്മുടെ B എന്ന് പറയുന്ന പോയിന്റ്. ആ B എന്ന് പറയുന്ന പോയിന്റിന് നമ്മൾ പറയുന്നതാണ് അൺഅറ്റൈനബിൾ. ഇനി നമ്മൾ താഴെ കാണുന്നുണ്ട് C എന്ന് പറഞ്ഞ പോയിന്റ്. അതെന്താ, വേസ്റ്റേജ് ഓഫ് റിസോഴ്സസ് ആണ്, അല്ലെങ്കിൽ അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആണ്.
അപ്പോൾ ഈ 3 പോയിന്റുകൾ പഠിച്ചു വയ്ക്കുക. ഇങ്ങനെയാണ് ഒരു PPC കർവ് ഉണ്ടാവുക. ഇങ്ങനെ ഒരു കർവ് നമുക്ക് തന്നിട്ട് ഈ പോയിന്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ എന്തായാലും വരും. അപ്പോൾ 3-4 മാർക്കിനാണ് ഈ ക്വസ്റ്റ്യൻ വരിക. അപ്പോൾ ഫസ്റ്റത്തത് A എന്ന് പറയുന്ന പോയിന്റ് എന്താണ്? ഫുള്ളർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആണ്. അത് മാക്സിമം സാധനങ്ങൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പോയിന്റാണ്. B എന്ന് പറയുന്നത് അൺഅറ്റൈനബിൾ ആണ്. നമ്മുടെ ഇക്കണോമി ഗ്രോത്ത് ചെയ്യുമ്പോൾ മാത്രം നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റാണ്. അതുപോലെ തന്നെ C എന്ന് പറയുന്നത് വേസ്റ്റേജ് ഓഫ് റിസോഴ്സസ് അല്ലെങ്കിൽ അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. ഇനി നമുക്ക് പറയാനുള്ളതാണ് നമ്മുടെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. എന്താ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ? അവസരം എന്നാണ് ഓപ്പർച്യൂണിറ്റീൻ്റെ ഒരു അർത്ഥം അല്ലേ? അപ്പോൾ അവസരാത്മക ചെലവ് എന്നാണ് പറയുക. അവിടെ ഉണ്ട് ദ നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് പ്രൊഡക്റ്റ് ഓർ സർവീസ് ദാറ്റ് ഹാസ് ബീൻ സാക്രിഫൈസ്ഡ് ഓർ ഫോർഗോൺ. സാക്രിഫൈസ്ഡ് എന്ന് പറയുന്നുണ്ട് അല്ലേ? ഒന്നിന് വേണ്ടി ഒന്ന് ത്യജിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയാം. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ട് മറ്റൊന്നിനെ നമ്മൾ ഒഴിവാക്കും. അപ്പോൾ ആ നമുക്ക് നഷ്ടപ്പെടുന്നതിൻ്റെ അളവിനെയാണ് നമ്മൾ എന്താ പറയുക? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുക. ഇപ്പോൾ ഒരു പ്രൊഡക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് മറ്റൊരു പ്രൊഡക്റ്റിനെ ഞാൻ എന്ത് ചെയ്യാണ്? ഒഴിവാക്കുകയാണ്. ആ ഒരു അളവിനെ എന്ത് പറയും നമ്മൾ? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്നാണ് പറയുക. ഇനി അതിൻ്റെ താഴെയുണ്ട് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, MOC. എന്താ അവിടെ പറയുന്നത്? അഡീഷണൽ OC incurred when one unit of good sacrificed to produce an extra unit of the good. എന്ന് വെച്ചാൽ നമ്മുടെ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർജിനൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അഡീഷണൽ എന്നാണ് അർത്ഥം മാർജിനലിൻ്റെ. ഇപ്പോൾ സിമ്പിളായിട്ട് നിങ്ങളോട് പറയുകയാണെങ്കിൽ നമുക്ക് അധിക വരുമാനം കിട്ടുകയാണ്. നമുക്ക് പ്രോഫിറ്റ് കിട്ടുമ്പോൾ അതിൽ നമുക്ക് അധിക വരുമാനം കിട്ടുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് പറയും? മാർജിനൽ റവന്യൂ എന്ന് പറയും. അതുപോലെ തന്നെ നമുക്ക് അധികമായിട്ട് സാധാരണ ഉള്ളതിനേക്കാൾ കൂടുതൽ ചിലവ്, നമുക്ക് അധികമായിട്ട് ചിലവ് വരികയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? മാർജിനൽ കോസ്റ്റ് എന്ന് പറയും. അതുപോലെ തന്നെ നമുക്ക് സാധാരണ ഉള്ളതിനേക്കാൾ സന്തോഷമാണ് എന്നെങ്കിൽ നമ്മൾ എന്ത് പറയും? മാർജിനൽ ഹാപ്പിനെസ്. അല്ലെങ്കിൽ സങ്കടമാണെങ്കിൽ നമ്മൾ എന്ത് പറയും? മാർജിനൽ സാഡ്നെസ്. അതിനെയാണ് പറയുന്നത്. നമുക്ക് അഡീഷണൽ ആയിട്ട് കിട്ടുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് നമ്മൾ പറയുക. അവിടെ ഒരു ഇക്വേഷൻ വരുന്നുണ്ട്. MOC മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഇസ് ഈക്വൽ ടു ഡെൽറ്റ Y ഡിവൈഡഡ് ബൈ ഡെൽറ്റ X. ഈ ഇക്വേഷൻ പഠിച്ചിരിക്കണം. കാരണം നിങ്ങൾക്ക് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് നിങ്ങൾക്ക് വരും. ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് നിങ്ങളടുത്ത് ചെയ്യാൻ വരും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത്. മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഈസ് ഈക്വൽ ടു ഡെൽറ്റ Y ഡിവൈഡഡ് ബൈ ഡെൽറ്റ X. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത്. ഡെൽറ്റ Y ആണ് ഫസ്റ്റ്, പിന്നെയാണ് ഡെൽറ്റ X. ഡെൽറ്റ Y എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ് Y ആണ്. ഡെൽറ്റ X എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ദ ക്വാണ്ടിറ്റി ഓഫ് ഗുഡ് X ആണ്. ഓക്കെ, നമ്മൾ നേരത്തെ PPC കർവ് പറഞ്ഞല്ലേ? എന്നിട്ട് ടൈപ്പ് ഓഫ് PPC കർവ് ഉണ്ട്. നോക്കിയേ, ഞാൻ ഇവിടെ ഒരു ഗ്രാഫ് പോലെ കൊടുത്തിട്ടുണ്ട് ഒരു ടേബിളിൽ. ഫസ്റ്റ് എന്താ പറയുന്നത്? കോൺകേവ് ഷേപ്പ് ആണെങ്കിൽ നമ്മുടെ MOC എങ്ങനെയായിരിക്കും? ഇൻക്രീസ് ചെയ്യും. കോൺകേവ് ഷേപ്പ് ആണെങ്കിൽ MOC ഇൻക്രീസ് ചെയ്യും. കോൺവെക്സ് ഷേപ്പ് ആണെങ്കിൽ നമ്മുടെ MOC ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുക. അതുപോലെ തന്നെ കോൺസ്റ്റന്റ് ഷേപ്പ് ആണെങ്കിലോ നമ്മുടെ MOC എന്താ പറ്റുക? ലീനിയർ ഷേപ്പ് ആയിരിക്കും. ഓക്കെ, കോൺകേവ് ഷേപ്പ് ആണെങ്കിൽ MOC ഇൻക്രീസിങ്ങും, കോൺവെക്സ് ഷേപ്പ് ആണെങ്കിൽ MOC ഡിക്രീസിങ്ങും, അതുപോലെ തന്നെ കോൺസ്റ്റന്റ് ഷേപ്പ് ആണെങ്കിൽ നമ്മുടെ MOC ലീനിയർ ഷേപ്പും ആണ് ആവുക. പിന്നെ പറയാനുള്ളത് നമ്മുടെ മൈക്രോ മാക്രോ ഇക്കണോമിക്സ് തമ്മിലുള്ള ഡിഫറൻസ് ആണ്. നമ്മളോട് ചോദിക്കാറുണ്ട് മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ് ഡിഫറൻസ് ബിറ്റ്വീൻ എന്ന് പറഞ്ഞിട്ട് നമ്മളടുത്ത് ചോദിക്കാം. അപ്പോൾ എന്താ അവിടെ ഒരു 4 കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, അത് ശ്രദ്ധിക്കുക. ഡെറിവേർഡ് ഗ്രീക്ക് ഫ്രം എന്താണ്? മൈക്രോയില് മൈക്രോസ് ആണ്, മാക്രോലോ മാക്രോസ് ആണ്. അതുപോലെ സ്റ്റഡിങ് വരുമ്പോൾ ഇൻഡിവിജ്വൽ യൂണിറ്റ് വരുന്നുണ്ട്, ആഗ്രിഗേറ്റ് ലെവൽ വരുന്നുണ്ട്. മെത്തേഡ് എങ്ങനെയാണ് വരിക? പാർട്ടീഷ്യൽ ഇക്വിലിബ്രിയം ആണ്. അതുപോലെ തന്നെ മാക്രോയിലേക്ക് വരുമ്പോൾ ജനറൽ ഇക്വിലിബ്രിയം ആയിട്ട് മാറും. അതുപോലെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മൈക്രോയില് ഇൻകം ഓഫ് ഇൻഡിവിജ്വൽ ആണ്,
മാക്രോയിലേക്ക് വരുമ്പോൾ നാഷണൽ ഇൻകം ആയിട്ടാണ് അവിടെ മാറുന്നത്. ഈ ഒരു 4 കാര്യം ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കുക. നമ്മളോട് ഡിഫറൻസ് ചോദിച്ചാലോ ഇപ്പം 2 മാർക്കിന് ചോദിച്ചാൽ വരെ നമുക്ക് എടുത്ത് എഴുതാൻ പറ്റുന്ന രീതിയിൽ അത് പഠിച്ചു വെക്കുക. ഇനി നമുക്ക് പറയാനുള്ളൊരു കാര്യം എന്താ, മെത്തേഡ് ഓഫ് അനലൈസിസ് ഉണ്ട്. പോസിറ്റീവ് ഇക്കണോമിക്സും നോർമറ്റീവ് ഇക്കണോമിക്സും. എന്താ പോസിറ്റീവ് ഇക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ഇവാലുവേറ്റ് ഹൗ ഡിഫറെൻറ്റ് മെക്കാനിസം വർക്ക്സ് ക്യാൻ ബി പ്രൂവഡ്. അവിടെ പറയുന്നുണ്ട് ക്യാൻ ബി പ്രൂവഡ് എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ്? തെളിയിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് പോസിറ്റീവ് ഇക്കണോമിക്സിൽ ഉൾപ്പെടുന്നത്. ഇപ്പോൾ അവിടെ എക്സാമ്പിൾ എന്താ പറയണേ, വെൻ പ്രൈസസ് ഫോൾ പീപ്പിൾ ഓഫ്റ്റൻ ഡെയിലി ദയർ പർച്ചേസസ്. എന്ന് വെച്ചാൽ വില കുറയുമ്പോൾ, നമ്മുടെ സാധനങ്ങളുടെ ഒക്കെ വില കുറയുമ്പോൾ എന്ത് ചെയ്യും, അവരുടെ പർച്ചേസസും അവർ കുറയ്ക്കും. അങ്ങനെയാണ് അവിടെ പറയുന്നത്. അപ്പോൾ തെളിയിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് അവിടെ ഉള്ളത്. തെളിയിക്കാൻ പറ്റുന്ന ഏതൊരു കാര്യവും അവിടെ പോസിറ്റീവ് ഇക്കണോമിക്സിലാണ് ഉള്ളത്. ഇനി നോർമറ്റീവ് ഇക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ എന്താ, കനോട്ട് ബി പ്രൂവഡ് എന്ന് അവിടെ പറയുന്നുണ്ട്. എന്തുകൊണ്ട്? തെളിയിക്കാൻ പറ്റില്ല. തെളിയിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് എന്ത് നോർമറ്റീവ് ഇക്കണോമിക്സിൽ ഉൾപ്പെടുന്നത്. ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് പറയുക, അല്ലെങ്കിൽ ഇങ്ങനെയാണെന്ന് പറയുക, അല്ലാണ്ട് തെളിയിക്കാനൊന്നും നമുക്ക് പറ്റില്ല. ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താ ഇപ്പം എക്സാമ്പിൾ പറയുക, ഒരു ബ്ലാക്ക് ഈസ് ബിഫോർ ദാൻ വൈറ്റ്, ബ്ലാക്കിനേക്കാൾ നല്ലതാണ് വൈറ്റ് എന്ന് നമ്മൾ പറഞ്ഞാൽ അതാരെങ്കിലും സമ്മതിച്ചു തരുമോ? അതൊരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അങ്ങനെയുള്ള നമുക്ക് തെളിയിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് നോർമറ്റീവ് എക്കണോമിക്സിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. ഞാനിവിടെ ജസ്റ്റ് ഒരു ടേബിൾ നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് നിങ്ങൾ വായിച്ചു നോക്കുക. ഈ ടേബിൾ ഇങ്ങനെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഞാൻ കൊടുത്തതാണ്. ജസ്റ്റ് ഒന്ന് നോക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളതാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഈ കാര്യം നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ഇത് വൈഡായിട്ട് ഞാൻ അതിലേക്ക് കൂടുതലായിട്ട് പോകുന്നൊന്നുമില്ല. കാരണം ഇത് നിങ്ങൾക്ക് ആദ്യം +1 അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം, വെറുതെ കുറേ സമയം അതിനായിട്ട് കളയണ്ടെന്ന് എഴുതിയിട്ടാണ്. കാരണം നമുക്കറിയാം ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചോദിക്കാറുണ്ട് കേട്ടോ. ഒരു 3 മാർക്കിനൊക്കെ ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കൂടുതലായിട്ട് പറഞ്ഞില്ല എന്ന് വിചാരിച്ചിട്ട് തള്ളിക്കളയരുത്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാക്ടേഴ്സ് ഒരു 4 ഫാക്ടേഴ്സ് ഉണ്ട്. അതിൻ്റെ റെമ്യൂണറേഷൻസും ഉണ്ട്. ഫാക്ടേഴ്സിൽ ഫസ്റ്റ് എന്താ, ലാൻഡ്. റെമ്യൂണറേഷൻ എന്താണ്, റെന്റ് ആണ് അല്ലേ. ലാൻഡിന് റെന്റ് കിട്ടും. ലേബർ ആണെങ്കിൽ വേജസ് ആണ്. ക്യാപിറ്റൽ ആണെങ്കിലോ ഇൻട്രസ്റ്റ് ആണ്. ഓർഗനൈസേഷന് പ്രോഫിറ്റ് ആണ്. ഈ കാര്യം നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാവുന്നതാണ്. ഇപ്പോൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും നമ്മുടേത് കഴിഞ്ഞു. അപ്പം നമ്മുടെ ഈ ഫസ്റ്റത്തെ ചാപ്റ്റർ, ഇക്കണോമിക്സിലെ ഫസ്റ്റത്തെ നമ്മുടെ ഈ ചാപ്റ്റർ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ക്ലിയർ ആയിട്ട് ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ട എല്ലാവിധ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. സിമ്പിൾ എക്കണോമി നമ്മൾ പറഞ്ഞു, അതുപോലെ സെൻട്രൽ പ്രോബ്ലംസ് ഓഫ് എക്കണോമി നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെ എന്താ നമ്മൾ പറഞ്ഞത്, വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൂം ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ് ഒക്കെ നമ്മൾ പറഞ്ഞു. ഓർഗനൈസേഷൻ, ഇക്കണോമിക്സ് ആക്ടിവിറ്റീസുകൾ നമ്മൾ 3 ഇക്കണോമികൾ നമ്മൾ പറഞ്ഞു. സെൻട്രലി പ്ലാനഡ് ഇക്കണോമി നമ്മൾ പറഞ്ഞു, മാർക്കറ്റ് ഇക്കണോമി പറഞ്ഞു, മിക്സ്ഡ് ഇക്കണോമി പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ PPC കർവ്, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് പറഞ്ഞു. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് വരയ്ക്കുന്നത് മറക്കരുത്. ഞാൻ കാണിച്ചു തന്നതുപോലെ നിങ്ങൾ ചെയ്യണം. അങ്ങനെയാണ് വരയ്ക്കേണ്ടത്. അതുപോലെ തന്നെ ആ പോയിന്റുകൾ നോട്ട് ഔട്ട് ചെയ്തിട്ട് വെക്കണം. അതുപോലെ തന്നെ നമ്മുടെ ടൈപ്പ് ഓഫ് PPC കർവ്, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, അതിൻ്റെ ഇക്വേഷൻ, മൈക്രോ ഇക്കണോമിക്സും മാക്രോ ഇക്കണോമിക്സും തമ്മിലുള്ള വ്യത്യാസം, അതുപോലെ തന്നെ നമ്മുടെ പോസിറ്റീവ് ഇക്കണോമിക്സും അതുപോലെ നോർമറ്റീവ് ഇക്കണോമിക്സും നമ്മൾ പഠിച്ചു. പിന്നെ അതുപോലെ തന്നെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും നമ്മൾ പഠിച്ചു. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ചാപ്റ്റർ ഇവിടെ ക്ലോസ് ആയി, നമ്മുടെ കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ചാപ്റ്ററിലൊന്നും പഠിക്കാനില്ല. ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ചാപ്റ്റർ. അപ്പോൾ ക്ലിയർ ആയിട്ട് ഈ നോട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്നല്ലെങ്കിൽ എഴുതിയെടുക്കാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ഇത് ഇങ്ങനെ തന്നെ പഠിക്കാൻ ശ്രമിക്കുക. എന്നാൽ തന്നെ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ ഫുൾ കഴിഞ്ഞു. പഠിക്കേണ്ട വേറെ അഡീഷണൽ ആയിട്ട് നിങ്ങൾക്ക് ഇതിലൊന്നും പഠിക്കാനില്ല. ഈ ചാപ്റ്ററിൽ ഇത്ര കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ചാപ്റ്ററായിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. താങ്ക് യു ഫോർ ഓൾ.